ഹലോ, ഹായ്, നമസ്കാരം. അങ്ങനെ സൽമാൻ ഖാൻ നായകനെ അഭിനയിച്ച പുതിയ സിനിമ കണ്ടു, സിക്കന്ദർ. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു തല്ലിപ്പൊളി പടം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. സൽമാൻ ഖാന്റെ ഒരുപാട് തല്ലിപ്പൊളി പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു അധപ്പതിച്ച പടം എൻ്റെ പൊന്നോ, തിയേറ്ററിൽ ഗംഭീര വധം തന്നെയായിരുന്നു ഈ സിനിമ. നമ്മുടെ തമിഴിലെ പ്രശസ്ത സംവിധായകൻ AR മുരുകദോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് എന്തിന്റെ കേടാണെന്ന് അറിയില്ല. ഗജിനിയുടെ റീമേക്ക് കൊണ്ടുവന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ നല്ലത് എന്ന് പറയാനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ അതിൽ നമ്മൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നല്ലതെന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? ഈ സിനിമയിൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നിർഗുണ സിനിമ. അതാണ് സിക്കന്ദർ. സൽമാൻ ഖാനാണ് നായകൻ. സൽമാൻ ഖാന്റെ കാര്യം പറയണ്ട. ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരുപാട് സിനിമകളിൽ പുള്ളിയുടെ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോബോട്ടിക് ആക്ടിംഗ് ആണ്. പുള്ളിക്ക് ഒരു സ്റ്റൈലുണ്ട്. സൽമാൻ ഖാൻ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിലായിരിക്കും പുള്ളി എല്ലാ കഥാപാത്രവും ചെയ്യുന്നത്. അത് തന്നെ. അതിനു മുമ്പൊക്കെ സൽമാൻ ഖാന്റെ അടിപൊളി സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബജ്രംഗി ഭായ്ജാൻ, സുൽത്താൻ, അതൊക്കെ നല്ല ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. ബജ്രംഗി ഭായ്ജാൻ പറയുകയാണെങ്കിൽ സൽമാൻ ഖാന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ആ സിനിമയിൽ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ കിസിക്ക ബായ് കിസിക്ക ജാൻ, ടൈഗർ എന്ന എല്ലാ സിനിമകളിലും പുള്ളിയുടെ ഒരു റോബോട്ടിക് ആക്ടിങ്, ഒരു ഒരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫീലിങ്സ് കിട്ടണ്ടേ ക്യാരക്ടറിന്. പുള്ളി വരുന്നു, ഇടിക്കുന്നു, ഷോ കാണിക്കുന്നു, ഡ്രസ്സ് മാറിയിടുന്നു, പാട്ട് പാടുന്നു, ഇതൊക്കെ തന്നെ. ഭയങ്കര ബോറിംഗ് ആയിരുന്നു സിനിമ. സ്ക്രിപ്റ്റ് എന്ന് പറയാൻ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ഇത് ഒരു രാജാവിന്റെ കഥയാണ്. അത് ഭയങ്കര കോമഡിയാണ്. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു രാജ്കോട്ടിലെ രാജാവാണ്. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ വൈഫായിട്ടാണ് നമ്മുടെ രശ്മിക മന്ദന അഭിനയിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് പിന്നെ പറയണ്ടല്ലോ, ഓവർ ആക്ടിങ് ആണ് പുള്ളിക്കാരത്തിയുടെ മെയിൻ. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇവര് തമ്മില് ഭയങ്കര ഓൺ സ്ക്രീൻ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ പറയുന്നത് ഇവര് തമ്മിൽ അറ്റാച്ച്മെന്റ് ഇല്ലാന്നൊക്കെയാണ്. എനിക്ക് മനസ്സിലായില്ല അതെന്താ അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ രശ്മിക ഒരു ആകസ്മികമായി മരണപ്പെടുകയാണ്. അപ്പൊ രശ്മികയുടെ ഓർഗൻസ് ദാനം ചെയ്തിട്ടുണ്ടാവും. അത് മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സൽമാൻ ഖാൻ രശ്മിക മരിച്ചു കഴിയുമ്പോൾ പുള്ളിക്ക് ആകെ വിഷമമായി, സങ്കടമായി, വൈഫിനോട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറെ സെന്റിമെന്റ്സ്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ലോക ക്രിഞ്ചാണ്. ക്രിഞ്ചിന്റെ അയ്യര് കളിയാണ് സിനിമ. അങ്ങനെ പുള്ളി മുംബൈയിലേക്ക് പോവുകയാണ് ഈ ഓർഗൻസ് കിട്ടിയവരെ കാണാനായിട്ട്. പിന്നെ അവിടെ ചെന്ന് പുള്ളി വിജയാവാണ്. അവിടെ ചെന്നിട്ട് അവരുടെ രക്ഷകനാവുകയാണ്. അവിടെ അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ പുള്ളി ഇടപെട്ട് അങ്ങനെ ഒരു മാസ് മസാല സിനിമക്ക് വേണ്ട ഒരു സ്റ്റോറിയാണ് ഉള്ളത്. പക്ഷേ ഇത്രയും ക്രിഞ്ചായിട്ടാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ലോജിക്കും ഇല്ല സിനിമയിൽ. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതെന്താണ് ഇവർ കാണിക്കണതെന്ന് തോന്നും. പിന്നെ ഇതെല്ലാം പോട്ടെ, നമുക്ക് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കണ്ടെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാൽ സൽമാൻ ഖാൻ ഈ മസിൽ പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. പുള്ളിയുടെ എക്സ്പ്രഷൻസും കരച്ചിലും ബഹളമൊക്കെ വൻ ശോകം തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും ഒരു മോശം സിനിമ സൽമാൻ ഖാന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ പൊട്ടിപ്പോയ ഒരുപാട് കുഴപ്പം. ലാസ്റ്റ് വന്ന കിസിക്ക ബൈ കിസിക്ക ജാനൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഫിലിം വന്നപ്പോൾ വളരെ മോശം സിനിമ. തിയേറ്ററിൽ കണ്ട് ബോറടിച്ച് ചത്തില്ലാന്നുള്ളൂ. അപ്പൊ ഇതാണ് സിക്കന്ദർ എന്ന സിനിമയെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവനും കൂടി ഓടിയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.